യെസ് ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് പ്ലെയിൻ മിറർ ആണ്. പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് ഈസ് എ മിറർ വിത്ത് എ പ്ലെയിൻ റിഫ്ലക്റ്റിംഗ് സർഫസ്. റിഫ്ലക്റ്റിംഗ് സർഫസ് പ്ലെയിൻ ആയിട്ടുള്ള മിറർ ആണ് പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് എ റിഫ്ലക്റ്റിംഗ് സർഫസ്? എന്താണ് റിഫ്ലക്റ്റിംഗ് സർഫസ്? അറിയാവുന്നവർ ഒന്ന് റേസ് ഹാൻഡ് ചെയ്യാം കേട്ടോ. എന്താണ് റിഫ്ലക്റ്റിംഗ് സർഫസ്? ജീന ജീന മേര ജീന തുമാര ജീന, എന്താണ് റിഫ്ലക്റ്റിംഗ് സർഫസ്? ലൈറ്റ് വന്നിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന സർഫസ് ഏതാണോ അത് റിഫ്ലക്റ്റിംഗ് സർഫസ് അല്ലേ? റിഫ്ലക്ട് ചെയ്യാത്ത സർഫസിന് എന്ത് വിളിക്കാം? ഓ, എന്ത് വേണമെങ്കിലും വിളിച്ചോ മിസ്സേ. മിസ്സിന്റെ ഇഷ്ടം എന്നൊക്കെ. എന്താ? നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ റഫ് സർഫസ് എന്ന് വിളിക്കാം. ഓക്കെ, നോൺ റിഫ്ലക്റ്റിംഗ് എന്ന് വിളിച്ചാൽ മതി. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഇപ്പൊ നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു പ്ലെയിൻ മിറർ റഫ് ആയിട്ടൊന്ന് വരക്കാണ് കേട്ടോ. ഇതൊരു പ്ലെയിൻ മിറർ ആണെന്ന് വിചാരിക്കാം. ഇങ്ങനെ വേണ്ട, ഇങ്ങനെ വരച്ചാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. ഇതൊരു മിറർ ആണ് കേട്ടോ. ഈ മിററിന്റെ ഫ്രണ്ടിൽ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, ദിസ് ഈസ് മീ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. ഓക്കെ, ഇതാണ്, അതായത് മിററിന്റെ ഫ്രണ്ടിൽ ഞാൻ നിൽക്കുമ്പോൾ ഈ സർഫസ് ആണ്, ഈ കാണുന്ന ഈ ഒരു സർഫസ് ആയിരിക്കും റിഫ്ലക്റ്റിംഗ് സർഫസ്. അതിന്റെ ബാക്ക് സൈഡ് എന്തായിരിക്കും എന്നറിയോ? അത് റിഫ്ലക്ട് ഒന്നും ചെയ്യില്ല കേട്ടോ. അവിടെ നമുക്ക് നമ്മുടെ ഫേസ് ഒന്നും കാണാൻ പറ്റില്ല. അത് ഫേസ് കാണാൻ പറ്റില്ല എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അത് റിഫ്ലക്ട് ചെയ്യില്ല എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ ഡോട്ട് ലൈൻസ് അല്ല, ചെറിയ ഷോർട്ട് ലൈൻസ് വരച്ചു കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഈ ഒരു ഇമേജ് ഒന്ന് കോപ്പി ചെയ്തോ. ഒരു മിറർ വരയ്ക്കാം, അതിന്റെ ഫ്രണ്ടിൽ ഒരു ഒബ്ജക്റ്റിനെ വെക്കാം. ആ മിററിന്റെ ബാക്ക് സൈഡിനെ നമ്മൾ നോൺ റിഫ്ലക്റ്റിംഗ് ആക്കി വരച്ചു കൊടുക്കാം. അതായത് അവിടെ ലൈറ്റ് വന്നു കഴിഞ്ഞാലും ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യില്ല. നമ്മളൊരു ഒബ്ജക്റ്റിനെ മിററിൽ കാണുന്നുണ്ടെങ്കിൽ ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്ത് റിഫ്ലക്ട് ചെയ്താലേ ഒരു ഒബ്ജക്റ്റിനെ മിററിൽ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു സർഫസ് റിഫ്ലക്ട് ചെയ്യുന്ന സർഫസ് ആയിരിക്കും, ബാക്ക് സൈഡ് എന്തായിരിക്കും? നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ് ആയിരിക്കും. അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? നമ്മുടെ ഇമേജ് കാണാൻ പറ്റില്ല. മനസ്സിലായി? ഓക്കെ ആണ്. സെറ്റ് ആണെങ്കിൽ മാത്രം ഒരു ഡബിൾ തമ്പ് കേട്ടോ. സെറ്റ് ആണെങ്കിൽ ഡബിൾ തമ്പ്. യെസ് ആണോ ധ്രുവേ? ഇവിടെ ഉണ്ടോ കൂട്ടുകാരാ? നീ ഉണ്ട്. ഓക്കെ, ആ ഇവിടെ അപ്പുറത്ത് ഒരാളുണ്ടായത്. നമ്മുടെ ആരായിരുന്നു? ധ്രുവിന്റെ ഇപ്പുറം ഇരിക്കണ ധ്രുവ ഏറ്റവും താഴെ, ഏറ്റവും അടിയിൽ. അവന്റെ ആരാ? ആദില്. ഓക്കെ, ആദില് എടാ, നിനക്ക് ഓക്കെ അല്ലേ? ആ സെറ്റ്. ഓക്കെ, അപ്പോ എന്താണ് പ്ലെയിൻ മിറർ എന്നുള്ള ഡെഫിനിഷൻ എഴുതിയെടുക്കാം. റിഫ്ലക്റ്റിംഗ് സർഫസ് പ്ലെയിൻ ആയിട്ടുള്ള മിറർ ആണ് പ്ലെയിൻ മിറർ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റിഫ്ലക്റ്റിംഗ് സർഫസ് പ്ലെയിൻ അല്ലാത്ത മിറേഴ്സിനെ കുറിച്ചാണ് കേട്ടോ. പ്ലെയിൻ അല്ലാത്ത മിറേഴ്സ്, നമ്മൾ നോർമലി ഫേസ് ഒക്കെ നോക്കുന്നത് പ്ലെയിൻ മിററിലാണ്, പക്ഷേ പ്ലെയിൻ അല്ലാത്ത മിറേഴ്സും നമുക്കുണ്ട്. അതിനെ പറ്റിയാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് സ്ഫെറിക്കൽ മിറേഴ്സ് കേട്ടോ. അൺപ്ലെയിൻ മിററാ എടാ ഉദേ. ഐ ലൈക്ക് ഇറ്റ്. ഓക്കെ, അൺപ്ലെയിൻ മിറർ അല്ല, നമുക്ക് അതിന് സ്പെഷ്യൽ നെയിം ഒക്കെ ഉണ്ട്. സ്ഫെറിക്കൽ മിറേഴ്സ്. കണ്ടോ കുറെ സ്ഫിയേഴ്സ് ഒക്കെ ഇരിക്കുന്നുണ്ടോ? എന്താണ് സ്ഫിയർ? സ്ഫിയർ എന്താണ്? സ്ഫിയർ വിളിച്ചോ. വീണ്ടും നമ്മള് യാദൃശ്ചികമായിട്ട് മാത്സിലേക്ക് വന്നിരിക്കുകയാണ് മിസ്. വാട്ട് ഈസ് എ സ്ഫിയർ? വാട്ട് ഈസ് എ സ്ഫിയർ? റൗണ്ട് ആയിട്ടിരിക്കുകയാണെങ്കിൽ സർക്കിൾ എന്ന് പറഞ്ഞാൽ പോരെ? വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പോ? റൗണ്ടിന്റെ പോലത്തെ എർത്ത്. ഓക്കെ, ഇനിയൊന്നും വേണ്ട. എർത്ത് ഒരു സ്ഫിയർ ആണ് മിസ്സേ, വേറെ എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, അപ്പൊ എന്റെ കയ്യിൽ ഒരു ബാംഗിൾ ഉണ്ടെങ്കിൽ അത് സ്ഫിയർ ആണോ? എന്റെ കയ്യിൽ ഒരു ബാംഗിൾ വളയില്ലേ, വള ഉണ്ടെങ്കിൽ അത് സ്ഫിയർ ആണോ? എർത്തും സ്ഫിയർ ആണ്, എന്റെ കയ്യിലുള്ള ബാംഗിളും സ്ഫിയർ ആണ് അല്ലേ? ബാംഗിൾ എന്താണ്? ഓക്കെ, റൗണ്ട് ആണ്. അത് സ്ഫിയറും റൗണ്ട് അല്ലേ, എർത്തും റൗണ്ട് അല്ലേ? മൊത്തം കൺഫ്യൂഷൻ ആയല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇത് കണ്ടില്ലേ? ഇത് കാണുമ്പോ തന്നെ നമുക്കൊരു 3D ബാക്കിലോട്ടോ. ഇത് കാണുമ്പോ തന്നെ നമുക്കൊരു 3D എഫക്ട്. പ്ലെയിൻ മിററിന്റെ ഡെഫിനിഷൻ നടക്കുന്നത് സ്ഫെറിക്കൽ ഡെഫിനിഷൻ നമുക്ക് വേണ്ടിട്ട് ഇപ്പൊ തൽക്കാലം. ഓക്കെ, ഇത് കാണുമ്പോ തന്നെ നമുക്കൊരു 3D എഫക്ട് വരുന്നില്ലേ? ആ ഒരു സർക്കിൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ആ സ്ഫിയർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ബാംഗിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ജസ്റ്റ് എ സർക്കിൾ. അത് ജസ്റ്റ് ഒരു സർക്കിൾ മാത്രമാണ്, അതിന്റെ ഉള്ളിലൊന്നുമില്ല അല്ലെ? ഉള്ളില് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഫുള്ള് ഹോളയാണ്. ഓക്കെ, ഹോളാണ് ഫുള്ള്. ഓക്കെ, ഹോളോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഉള്ളിൽ ഫുള്ള് ഹോളാണ്. ഓക്കെ, അത് നോർമൽ സർക്കിൾ ആണ്, അല്ലെങ്കിൽ റിംഗ് ആണെന്ന് പറയാം.
പക്ഷെ നമ്മുടെ എർത്ത് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഫുൾ എന്താണ് കവർ ചെയ്തിരിക്കുന്ന 3D സ്ട്രക്ചർ ആണല്ലേ, 3D സ്ട്രക്ചർ ആണ്. ദാറ്റ് ഈസ് വാട്ട് വി കോൾ എ സ്ഫിയർ. ഓക്കെ, അതാണ് ഒരു സ്ഫിയർ എന്ന് പറയുന്നത്. മാത്സിൽ നിങ്ങൾ സ്ഫിയർ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. മാത്സിൽ നിങ്ങൾ കുറെ സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ പഠിക്കുന്നില്ലേ, ട്രയാങ്കിള്, റെക്ടാങ്കിൾ, അങ്ങനെ കുറെ സ്ട്രക്ചേഴ്സ്. അപ്പൊ സ്ഫിയറും പഠിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഹോളോസ്ഫിയർ. ഹോളോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബോൾ കണ്ടിട്ടില്ലേ, ഒരു പ്ലാസ്റ്റിക് ബോൾ. അയ്യോ, എൻ്റെ ഒരു പ്ലാസ്റ്റിക് ബോൾ ഉണ്ടായിരുന്നില്ല, മിസ്സിൻ്റെ ഉണ്ടോ? എന്റെ എപ്പോഴത്തെയോ ഉണ്ടായിരുന്നു ഒരു പ്ലാസ്റ്റിക് ബോൾ. ഒരു പ്ലാസ്റ്റിക് ബോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ, അത് ബ്രേക്കിന് മുമ്പ് എന്തായാലും കാണിച്ചു തരാം. ഓക്കെ, അപ്പോ ഒരു നോർമൽ പ്ലാസ്റ്റിക് ബോൾ എടുത്തെന്ന് വിചാരിക്കാം. പ്ലാസ്റ്റിക് ബോളിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവോ? വിളിച്ചോ മിസ്. ഗൂഗിൾ ഗൂഗിളെ പ്ലാസ്റ്റിക് ബോളിന്റെ ഉള്ളില് ഇൻസൈഡ് എന്തെങ്കിലും ഉണ്ടാവോ? ഇല്ല, വെറുതെ ഉള്ളിൽ ഫുൾ എംറ്റി ആയിരിക്കും അല്ലെ. ഉള്ളിൽ ഫുൾ എംറ്റി ആയിരിക്കും. അങ്ങനെ നമ്മൾ ഉള്ളിൽ എംറ്റി ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബോൾ എടുത്തെന്ന് വിചാരിക്കാം. ഓക്കെ, ആ പ്ലാസ്റ്റിക് ബോൾ ആണ് ഈ കാണുന്നത്. ഇതാണ് ആ പ്ലാസ്റ്റിക് ബോൾ. ഓക്കെ, അത് ശരിക്കും ഒരു സ്ഫിയർ ആണ്, ഫുള്ളുള്ള സ്ഫിയർ ആണ്, പക്ഷെ ഉള്ളിൽ എംറ്റി ആണ്. ഹോളോ സ്ഫിയർ എന്ന് പറയാം നമുക്കതിന്. അതാണ് ഹോളോ സ്ഫിയർ. സ്ഫിയർ തന്നെ, അതായത് ചുറ്റിനുമുള്ള ഒരു സ്ഫിയർ തന്നെയാണ്, പക്ഷെ ഉള്ളിൽ എന്താണ്? എംറ്റി ആണ്. പ്ലാസ്റ്റിക് ബോൾ, നോർമൽ പ്ലാസ്റ്റിക് ബോൾ, അതിന്റെ ഉള്ളിൽ എന്താണ്? എംറ്റി ആണ്. പക്ഷെ ഫുട്ബോൾ ആണെങ്കിലോ? അടുത്ത ആളോട് ചോദിച്ചു. അൻവിത. ആ, ഫുട്ബോൾ എന്ത് ഷേപ്പ് ആണ്? സ്ഫിയർ അല്ലേ? ഫുട്ബോൾ സ്ഫിയർ അല്ലേ? സ്ഫിയർ ആണ്. പക്ഷേ ഫുട്ബോളും പ്ലാസ്റ്റിക് ബോളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? പ്ലാസ്റ്റിക് ബോളിന്റെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല, ഫുട്ബോളിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവോ? ഫുള്ള് ഫില്ലായിരിക്കില്ലേ? ഫില്ലായിരിക്കും. അതും ഇതൊക്കെ ആയിട്ട് ഫില്ലായിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ പ്ലാസ്റ്റിക് ബോളിന്റെ ഉള്ളില് മോസ്റ്റ്ലി എംറ്റി ആയിരിക്കും. അതേസമയം നമ്മൾ വേറൊരു ഫുട്ബോളിന്റെ അകത്ത് എയർ ആണെന്ന് വെക്കാം, വേറൊരു ഹെവി ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു അയേണിന്റെ ബോൾ എടുത്തു. അയേൺ ബോൾ, ഹെവി ആയിട്ടിരിക്കുന്ന അയേൺ ബോൾ. ഓക്കെ, അതിന്റെ ഉള്ളിൽ ഫുള്ള് അയേൺ ആണ്. അപ്പൊ നമുക്ക് അതിനെ ഹോളോസ്ഫിയർ എന്ന് പറയാൻ പറ്റുമോ? ഹോളോസ്ഫിയർ എന്ന് പറയാൻ പറ്റില്ല. ഹോളോസ്ഫിയറിന്റെ മീനിങ് എന്താണെന്നറിയോ? ഉള്ളിലൊന്നുമില്ല, ഉള്ളിൽ ഫുൾ എംറ്റി. നമുക്ക് പുറമേ നോക്കുമ്പോൾ ഫുള്ള് സ്ഫിയർ ആയിരിക്കും, പക്ഷേ ഉള്ളില് എംറ്റി ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഹോളോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ ഹോളോസ്ഫിയറിന്റെ ഒരു ചെറിയ പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുത്തു. ഹോളോസ്ഫിയറിന്റെ ഒരു ചെറിയ ഒരു പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുത്തു. അപ്പൊ അത് എനിക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ കിട്ടി. ഇങ്ങനൊരു സ്ട്രക്ചർ കിട്ടി. ഇവിടെ ഇത് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ കിട്ടി. ഓക്കെ, ഇത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചെറിയ സ്ട്രക്ചർ കിട്ടി. ഓക്കെ, ഈ ചെറിയ സ്ട്രക്ചറിന്റെ ഏതോ ഒരു സൈഡ് റിഫ്ലക്ട് ചെയ്യുന്നെന്ന് വിചാരിക്കാം. ഈ ചെറിയ സ്ട്രക്ചറിന്റെ ചിലപ്പോ ഈ കാണുന്ന ഉള്ളിലോട്ടുള്ള സൈഡ് ആയിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ പുറത്തോട്ട് നിൽക്കുന്ന സൈഡ് ആയിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത്. ഏതോ ഒരു സൈഡ് റിഫ്ലക്ട് ചെയ്തു. ഇതുപോലെ ഹോളോസ്ഫിയറിന്റെ പാർട്ടായിട്ട് വരുന്ന മിറേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ഫെറിക്കൽ മിറേഴ്സ്. ഓക്കെ, മനസ്സിലാവാൻ കുറച്ച് പണിയാണ്, കുഴപ്പമില്ല. അത് ആ ഒരു ടേം മനസ്സിലാവാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ. പിന്നെ സ്ഫെറിക്കൽ മിറേഴ്സ് പഠിച്ചു കഴിയുമ്പോൾ എല്ലാം സെറ്റാണ്. ഓക്കെ, ഒരു ഹോളോസ്ഫിയറിന്റെ പാർട്ടായിട്ട് വരുന്ന മിറേഴ്സ് ആണ്, ഹോളോസ്ഫിയറിന്റെ പാർട്ടായിട്ട് വരുന്ന റിഫ്ലക്റ്റിംഗ് സർഫേസ് ഉള്ള മിറേഴ്സിനെയാണ് നമ്മൾ സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായവരുണ്ടെങ്കിൽ ഒന്ന് വേവ് ചെയ്യാം കേട്ടോ. മനസ്സിലായവർ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ. കുറെ പേരുണ്ടല്ലോ, അമ്പോ അടിപൊളി, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാണ്, നമ്മളൊരു ഹോളോസ്ഫിയർ എടുത്തു, അതായത് ഉള്ളിൽ എംറ്റി ആയിട്ടുള്ള ഒരു ഹോളോസ്ഫിയർ, ഒരു പ്ലാസ്റ്റിക് ബോൾ. ഈ പ്ലാസ്റ്റിക് ബോളിനെ ഞാൻ എന്ത് ചെയ്തു? കുറച്ച് പോർഷൻ മാത്രം കട്ട് ചെയ്തെടുത്തു. ഓക്കെ, അപ്പൊ കുറച്ച് പോർഷൻ കട്ട് ചെയ്തെടുത്തപ്പോൾ അതെന്തായി മാറി? ഒരു ഹോളോസ്ഫിയറിന്റെ ഒരു പാർട്ടായിട്ട് മാറി. ആ പാർട്ടിന്റെ ഏതോ ഒരു സൈഡ് എന്താണ്? റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ സ്ഫെറിക്കൽ മിറർ. അപ്പൊ അതെന്തായി? ഒരു സ്ഫെറിക്കൽ മിറർ ആയി. ചിലപ്പോൾ ഉള്ളിലോട്ടുള്ള സർഫസ് ആയിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത്, ചിലപ്പോൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സർഫസ് ആയിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത്. നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അതറിയാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കുട്ടി ടാസ്ക് തരാണ്. ഇപ്പോൾ അറ്റ് ദിസ് മൊമെന്റ് ഒരു ടാസ്ക് തരാണ്. എല്ലാവരും കിച്ചണിൽ പോയിട്ട്, ഓടരുത്, ഞാൻ പറയട്ടെ, എല്ലാവരും കിച്ചണിൽ പോയിട്ട് സ്റ്റീലിന്റെ സ്പൂൺ എടുത്തിട്ട് വരാം. പുതിയതാണെങ്കിൽ അത്രയും ബെറ്റർ കേട്ടോ. ഗ്ലാസിന്റെ എടുക്കരുത്, വേറെ ഒന്നും എടുക്കരുത്, സ്റ്റീലിന്റെ സ്പൂൺ എടുത്തിട്ട് വരാം. 1 minute ആയി. സർഫസ്, ആ സർഫസ് നിങ്ങളുടെ ഫേസിന്റെ നേരെ വെക്കാം കേട്ടോ.
നല്ല ഭംഗിയല്ലേ? സുന്ദരമായൊരു മുഖം കാണുന്നില്ലേ? സുന്ദരമായൊരു മുഖം കാണുന്നില്ലേ? തലകുത്തി വെച്ച് കഴിഞ്ഞാല് വീണ്ടും തല തിരിഞ്ഞു വരുള്ളൂടാ. ആരാണ് നമ്മുടെ ശ്രേയ വീണ്ടും തലയിരിച്ചൊക്കെ നോക്കുന്നത്? ഇതെന്ത് ഞാൻ തല തിരിഞ്ഞിരിക്കുന്നേന്ന് കാണുന്നില്ല എല്ലാവരും? ബ്യൂട്ടിഫുൾ ഫേസ് കാണുന്നവരെല്ലാവരും ഒന്ന് വേവ് ചെയ്തേ. നല്ല ഭംഗിയുള്ള ഫേസ് കണ്ടവർ മാത്രം കേട്ടോ. ഭംഗിയുള്ള ഫേസ് കണ്ടവർ. മരിയെ എന്താണ് സ്വന്തം ഫേസ് അത്ര ഭംഗിയില്ല എന്നാണോ പറയുന്നത്? സെൽഫ് ലവ് വേണം, സെൽഫ് ലവ്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നതാണ് കോൺകേവ് മിറർ. കോൺകേവ് മിറർ അതായത് നമ്മൾ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന ആ ഒരു സർഫസ് ഉള്ള മിററിനെയാണ് നമ്മൾ കോൺകേവ് മിറർ എന്ന് വിളിക്കുന്നത്. നമ്മുടെ സ്പൂണിന്റെ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന സർഫസിലേക്ക് നമുക്ക് നോക്കിയപ്പോൾ നമ്മൾ നമ്മുടെ ഫേസ് എങ്ങനെയാണ് കണ്ടത്? നേരെയാണോ കണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയാണോ കണ്ടത്? എങ്ങനെയാണ് കണ്ടത്? ഒന്ന് കാണിച്ചു തന്നെ എങ്ങനെയാണെന്ന്. ഇങ്ങനെയല്ലേ? ഇങ്ങനെയാണ് കണ്ടത്. ഓക്കെ, അപ്പോ ഒരു സ്ഫെറിക്കൽ മിറർ എന്ന് പറയുമ്പോൾ അത് പല രീതിക്കായിരിക്കും നമ്മളെ കാണിച്ചു തരുന്നത്. പ്ലെയിൻ മിറർ ആണെങ്കിൽ എങ്ങനെയാണ്? നമ്മൾ എങ്ങനെയാണോ അതുപോലെ തന്നെ അങ്ങ് കാണിച്ചു തരും. പക്ഷെ സ്ഫെറിക്കലില് കോൺകേവും കോൺവെക്സും ഉണ്ട്. ഇവർ രണ്ടുപേരും രണ്ട് രീതിക്കായിരിക്കും നമ്മളെ കാണിച്ചു തരുന്നത്. നമ്മളത് ഒറിജിനൽ ആയിരിക്കില്ല. ഓക്കെ, യെസ്. അപ്പോ ഇനി നമുക്ക് കോൺകേവ് മിററിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. മിസ് എനിക്ക് വീഡിയോ ഒന്ന് കാണിക്കണം. സൗണ്ട് ഒന്ന് കുറച്ച് വെച്ചാൽ മതി. ഓക്കെ, അതെ, ഇത് നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഫേമസ് ഡയറക്ടർ ആയിട്ടുള്ള രാജമൗലിയുടെ ഈച്ച എന്ന് പറയുന്ന സിനിമയിലെ ഒരു ചെറിയ രംഗമാണ്. ഇത് കാണിക്കണോ? ചെറിയൊരു രംഗം മാത്രമാണ്. അതിനകത്ത് ഒരാള് നമ്മുടെ ഫേമസ് ആക്ടർ ആയിട്ടുള്ള നാനി അല്ലേ മിസ്? നാനി ഒരു സ്ഫെറിക്കൽ മിറർ ഉണ്ടാക്കുന്നതാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അത് വേണം നിങ്ങൾ ശ്രദ്ധിക്കാൻ. അല്ല സാമന്തനെ നാനിനെ നോക്കിയിരിക്കരുത്. സ്ഫെറിക്കൽ മിറർ ഉണ്ടാക്കുന്നത് വേണം ശ്രദ്ധിക്കാൻ കേട്ടോ. സൗണ്ട് ഫുൾ ഓഫ് ചെയ്തല്ലേ? നന്നായി, അത് നന്നായി കണ്ടോ. നാനി ഓടിച്ചെല്ലുന്നു, ഒരു അലൂമിനിയം ഷീറ്റ് അല്ലെ, അലൂമിനിയം കവർ എടുക്കുന്നു. മിച്ചറൊക്കെ കൊട്ടിട്ട് എടുക്കുന്നതൊക്കെ കുടയുന്നു. അത്ര എക്സ്പ്ലനേഷൻ വേണ്ട. ഓക്കെ, ദെൻ ഒരു ടോർച്ചും കയ്യിലുണ്ട് കേട്ടോ. നമ്മുടെ ഡിഷ് ഇല്ലേടാ, സൺ ഡിഷ് അല്ലേ സാർ അത്? സൺ ഡിഷ്. ഓക്കെ, അതിന്റെ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന സർഫസിലേക്ക് അലൂമിനിയം ഷീറ്റ് വെച്ചിട്ട് ടോർച്ച് അടിക്കുന്നു. ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നു. കണ്ടോ, ഒരു കോൺകേവ് മിറർ അവിടെ നമ്മുടെ നാനി ക്രിയേറ്റ് ചെയ്തു. സാമന്തക്ക് ലൈറ്റ് അടിച്ച് കണ്ട ചെയ്തു കൊടുക്കാണ്ട. എന്തിന് അല്ലെ സാർ? പ്യുവർ ആയിട്ടുള്ളതല്ലേ? ഓക്കെ, യെസ്, അതെ, ടെക്നോളജിയാ. ഓക്കെ, അപ്പോ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? മതി. ഇനി അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നതിലേക്ക് വരാം. ഈച്ച കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺകേവ് മിററിന്റെ ഡെഫിനിഷൻ ആണ് കേട്ടോ. എ കോൺകേവ് മിറർ ഈസ് എ സ്ഫെറിക്കൽ മിറർ വിത്ത് റിഫ്ലക്റ്റിംഗ് സർഫസ് ദാറ്റ് കർവ്സ് ഇൻവേർഡ്. നമ്മുടെ നാനി ഉണ്ടാക്കിയ മിറർ എങ്ങനെയായിരുന്നു? അതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് കർവ്ഡ് ഇൻവേർഡ് ആയിരുന്നു. ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന ആ സർഫസിലായിരുന്നു നാനി ആ ഒരു കവർ വെച്ചതും ടോർച്ച് അടിച്ചതും റിഫ്ലക്ട് ചെയ്തതെല്ലാം. ഓക്കെ, അതുപോലെ റിഫ്ലക്റ്റിംഗ് സർഫസ് കർവ്ഡ് ഇൻവേർഡ് ആണെങ്കിൽ, കുഴിഞ്ഞിരിക്കുന്ന ഭാഗമാണ് റിഫ്ലക്റ്റിംഗ് സർഫസ് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോൺകേവ് മിറർ. കേവ് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. കേവ് എന്ന് വെച്ചാൽ ഗുഹ അല്ലെ? ഗുഹ എങ്ങനെയാണ്? ഉള്ളിലേക്കല്ലേ ഇരിക്കുന്നത്? അതുപോലെ കുഴിഞ്ഞിരിക്കുന്ന കേർവ്ഡ് ഇൻവേർഡ് ആയിട്ടുള്ള സർഫസ് ഉള്ള മിറർ ആണ്. SS രാജമൗലി മേഡ് ഇറ്റ്. SS രാജമൗലി മേഡ് ഇറ്റ് അല്ല, നിഹാമിസ് മേഡ് ഇറ്റ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ കോൺകേവ് മിറർ എന്ന് വിളിക്കുന്നത്. ഡെഫിനിഷൻ എഴുതിയെടുക്കാം കേട്ടോ. ഈ സ്പൂണ് കറങ്ങും. കറങ്ങണല്ലോ, സ്പൂണ് കറങ്ങണം. കറങ്ങിയിരുന്നതാണ് കേട്ടോ, ഇപ്പൊ കറങ്ങുന്നില്ല. കുഴപ്പമില്ല, വേഗം എഴുതിയെടുത്തോ ഡെഫിനിഷൻ. റെയ്ഹാൻ ഡൗട്ട് ആണോടാ? റെയ്സാന്റെ ഇപ്പൊ നമ്മളെ തെറ്റിദ്ധരിച്ചോടാ നിന്നെ. ഞാനും വിചാരിച്ചു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എഴുതി കഴിഞ്ഞെങ്കിലും ഒന്ന് വേവ് ചെയ്തേ. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ വരച്ചു വെക്കണം. എങ്ങനെയാണ് കോൺകേവ് മിററിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഞാൻ വരച്ച് കാണിച്ചു തരാം. ആദ്യം ഒരു കർവ്ഡ് സർഫസ് വരക്കാം. റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത്, ഈ കർവ്ഡ് സർഫസിലെ റിഫ്ലക്ട് ചെയ്യുന്ന സർഫസ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ നമ്മളൊന്നും ചെയ്യരുത്. അതിങ്ങനെ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന സർഫസ്, അവിടെ നമ്മളൊന്നും വരക്കണ്ട. റഫ് സർഫസിൽ, നോൺ റിഫ്ലക്റ്റിംഗ് സർഫസിൽ നമ്മൾ എന്ത് വരച്ചു കൊടുക്കണം എന്നറിയോ? കുറച്ച് ഷോർട്ട് ലൈൻസ് വരച്ചു കൊടുക്കുക. ഓക്കെ, ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന സർഫസ് ഉണ്ടോ? ഈ ഏരിയയിൽ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, ഒന്നും ചെയ്യണ്ട. അവിടെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്.
അവിടെയാണ് നമ്മൾ ടോർച്ച് അടിച്ചാലൊക്കെ റിഫ്ലക്ട് ചെയ്യുള്ളൂ. നമ്മുടെ ഇമേജ് കാണണമെങ്കിൽ അവിടെ കാണാൻ പറ്റുള്ളൂ. ഓപ്പോസിറ്റ് സൈഡ് അവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ നമുക്ക് ഇമേജ് ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. അവിടെ നമുക്ക് എന്ത് വരച്ചു കൊടുക്കാം? ഷോർട്ട് ലൈൻസ് വരച്ചു കൊടുക്കാം. എന്നിട്ട് എഴുതി വെച്ചോ, ദിസ് ഈസ് എ കോൺകേവ് മിറർ. കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവണം കേട്ടോ, കോൺകേവും കോൺവെക്സും കണ്ടാൽ മനസ്സിലാവണം. ആ വരയുള്ളത് കാണുമ്പോൾ വരയുള്ള ഭാഗത്താണ് റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് വിചാരിക്കരുത്. വര ഇല്ലാത്തതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. വരച്ചു കഴിഞ്ഞെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ, വരച്ചു കഴിഞ്ഞെങ്കിൽ. ആ യെസ്, സൂപ്പർ ആയിട്ട് വരച്ചു കഴിഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഒരാൾ വിളിച്ച മിസ് ഉദിത്തെ, കോൺകേവ് മിറർ എന്ന് പറയുമ്പോൾ റിഫ്ലക്റ്റിംഗ് സർഫസ് കർവ്ഡ് ഇൻവേർഡ് ആയിരുന്നു, കർവ്സ് ഇൻവേർഡ് ആയിരുന്നു. അപ്പൊ ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് കോൺവെക്സ് മിററാ. അതെങ്ങനെയായിരിക്കും? യെസ്, സിമ്പിൾ. പുറത്തേക്ക് ഇങ്ങനെ തള്ളിയിരിക്കില്ലേ, കർവ്ഡ് ഔട്ട്വേർഡ്. എന്താ പറഞ്ഞു? ആരാണ്? ചന്ദൻ, ചന്ദ്രൻ. ചന്ദ്രൻ കോൺകേവ് എന്ന് പറയുമ്പോൾ കർവ്ഡ് ഇൻവേർഡ് അല്ലേ? മൂൺ എങ്ങനെയാണ്? കർവ്ഡ് ഔട്ട്വേർഡ് ആയിട്ടല്ലേ ഇരിക്കുന്നത് അല്ലേ? മൂണിന്റെ കർവ് പുറത്തേക്ക് തള്ളിക്കുന്ന ഭാഗമല്ല നമുക്ക് കാണാൻ പറ്റുന്നത്. മൂണിന്റെ ഉള്ള എം ടി ആണോ? എം ടി അല്ല. അതുകൊണ്ട് നമുക്ക് അതിന്റെ ഉള്ളിലെ പോർഷൻ കാണാൻ പറ്റുന്നില്ല. ശരിക്കും ഉള്ളിലെ പോർഷൻ ആണ് എന്ത്? കോൺകേവ്. പുറത്തേക്ക് ഇരിക്കുന്ന പോർഷൻ കോൺവെക്സ് ആണ്. ഓക്കെ, അപ്പൊ മൂൺ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഇറ്റ് ഇസ് എ കോൺവെക്സ്. പക്ഷെ മിറർ അല്ല. മിറർ എന്ന് പറയുമ്പോൾ നല്ല സ്മൂത്ത് സർഫസ് ആയിരിക്കണം. റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോ കോൺകേവ് മിറർ സൂപ്പർ ആയിട്ട് മനസ്സിലായി, ഫിഗറും മനസ്സിലായി, എല്ലാം സെറ്റ് ആണെങ്കിൽ മാത്രം ഒന്ന് പവർ കാണിച്ചേടാ. പവർ. യെസ്, കോൺകേവ് നമുക്ക് സെറ്റ് ആണ്. ഓക്കെ, നമ്മുടെ സ്പൂണിന്റെ നമ്മളിപ്പോ തലകുത്തി നിൽക്കുന്ന ഭാഗം കണ്ടില്ലേ, അതാണ് നമ്മുടെ കോൺകേവ് മിറർ. സെറ്റ് ആണ്. ഓക്കെ, ഓൾ സ്റ്റാൻഡ് അപ്പ്. നമുക്കേ അതിനിടയ്ക്ക് ജെ സാർ വന്ന് നമുക്ക് വലിയ പണിയൊന്നുകൊണ്ട് നമുക്ക് വാമപ്പ് നടത്താൻ പറ്റിയില്ല. കോൺകേവ് മിറർ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തായിരിക്കും? കോൺവെക്സ് മിറർ. ഇത് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. റോഡിന്റെ ടേണിങ്സ് ഒക്കെ വരുമ്പോൾ അല്ലെ, വളവ് വരുമ്പോൾ അവിടെ വെച്ചിട്ടുണ്ടാവുന്ന ഒരു മിറർ ആണ് ഈ പറയുന്ന കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്. നിങ്ങൾ സ്പൂൺ എടുക്കൂ, കയ്യിൽ സ്പൂൺ ഉണ്ടല്ലോ അല്ലെ, അത് കൊണ്ട് വെച്ചില്ലല്ലോ തിരിച്ച്. യെസ്, സ്പൂൺ കയ്യിൽ പിടിക്കുക, തിരിച്ചോളൂ, സ്പൂൺ തിരിച്ചോ. നമ്മളിപ്പോ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന പോർഷൻ വെച്ചിട്ടാണ് ഫേസ് നോക്കിയത്. ഇനി തിരിക്കുക, തിരിച്ചു പിടിച്ചിട്ട് ഫേസ് നോക്കാം. അപ്പൊ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറൊരു ഫേസ് കാണും. എങ്ങനെ? നിങ്ങളുടെ ഫേസ് പോലെ തന്നെയാണോ കാണുന്നത്? കുറച്ചുകൂടെ ഭംഗിയുണ്ടല്ലേ? കുറച്ചുകൂടെ ഭംഗിയിൽ കാണുന്നില്ലേ? ഇല്ലേ? ഇപ്പിച്ചിരി അതന്നെ, കുറച്ചധികം ഭംഗിയായി. ഇതാരാണത്? സ്റ്റീവിന്റെ ചായ അല്ല. ഓക്കെ, ഒരാളെ വിളിച്ച മിസ്. ടീഷർട്ട് ഒക്കെ സെയിം തന്നെ അല്ലേ? സ്റ്റീവിനെ വിളിച്ച അവനാണോ നോക്കട്ടെ. ടീഷർട്ട് കറക്റ്റ് ആയി. എടാ സ്റ്റീവ്, ആ കർവ്ഡ് ഔട്ട്വേർഡ് ആയിട്ടുള്ള പോർഷനിൽ ഫേസ് നോക്കിയപ്പോ എങ്ങനെയാ ഫേസ് കണ്ടത്? കുറച്ച് വലുതായിട്ടല്ലേ? കുറച്ച് ഫേസ് ഇങ്ങനെ കുറച്ച് എക്സ്പാൻഡ് ചെയ്ത് കാണാൻ പറ്റിയല്ലേ? സുന്ദരനായിരുന്നില്ലേ? അത് പിന്നെ ആണല്ല, അതിന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോ നമ്മള് എന്താ, അവൻ എന്നെന്തോ പറഞ്ഞതാ, മൈൻഡ് ചെയ്യണ്ട. എന്താ എനിക്കുള്ള പണി വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അവനെ എന്നെ കുറിച്ച് എന്തെങ്കിലും എഴുതുള്ളൂ എന്നൊക്കെ. നിന്റെങ്കിലും എനിക്ക് വായിക്കാലോടാ. ഓക്കെ, അപ്പൊ അടുത്തതാണ് കോൺവെക്സ് മിറർ. കോൺവെക്സ് മിറർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഡെഫിനിഷൻ തന്നെ, ഒരു ചെറിയ ഡിഫറൻസ് ഉള്ളൂ. ഇറ്റ് ഈസ് എ മിറർ, ഇറ്റ് ഈസ് എ സ്ഫെറിക്കൽ മിറർ വിത്ത് റിഫ്ലക്റ്റീവ് സർഫസ് ദാറ്റ് കർവ്സ് ഔട്ട്വേർഡ്. റിഫ്ലക്റ്റീവ് സർഫസ് പുറത്തേക്ക് തള്ളിയായിരിക്കും നിൽക്കുന്നത്. അപ്പോ എല്ലാവരും ഒന്ന് വരച്ചു നോക്കാം. ആദ്യം നിങ്ങൾ സ്വന്തമായിട്ട് വരയ്ക്കാം. തെറ്റുണ്ടെങ്കിൽ മിസ് പറഞ്ഞുതരാം, തെറ്റാണെന്ന് പറയാം, ശരിയാണെങ്കിൽ ഒന്നും പറയില്ല കേട്ടോ. ഒന്ന് വരച്ചിട്ട് കോൺവെക്സ് മിറർ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, ആ ഷോർട്ട് ലൈൻസ് ഒക്കെ എവിടെ വരക്കും എന്നുള്ളതൊന്ന് വരച്ചിട്ട് സ്ക്രീനിൽ ഒന്ന് കാണിക്കാം. എടാ ഇത് കറക്റ്റ് ആണ്, പക്ഷെ ആ ഷോർട്ട് ലൈൻ വരച്ചാക്കുന്നത് ഏതോ ഒരു അല്ലല്ല, തലയുടെ തലയിൽ മുടി വരച്ചാക്കണ പോലെയാണ് വരച്ചാക്കണത്. ഓക്കെ, ഇതാണ് നമ്മുടെ കർവ്ഡ്
സർഫസ്. ഇതിൽ എവിടെയാണ് ഷോർട്ട് ലൈൻസ് വരക്കേണ്ടത്? ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ് കേട്ടോ. എവിടെയാണ് ഷോർട്ട് ലൈൻസ് വരക്കേണ്ടത്? കോൾ ദം, കോൾ എനിവൺ. യെസ്, തനുത്ര. തനുത്ര किधर गई उस लड़की? കിട്ടിയില്ലേ? അഡ്രസ് ഒക്കെ ഒന്ന് ചോദിക്കാം, ചോദിച്ചാ തരാതിരിക്കില്ല. വേറെ വഴി ഇങ്ങനെ അന്വേഷിക്കാം. ഞാനായിട്ട് തരുന്ന എങ്ങനെയാണ് അത് ശരിയാവില്ല, കാരണം ഞാൻ പിണക്കത്തിലല്ലേ. എന്തേ ഹാപ്പി ഹാപ്പി അല്ലേ നീ? എന്തു പറ്റി? എന്തു പറ്റിയത്? ഓ, കോമ്പറ്റീഷന് വേണ്ടി ഉറക്കം ഒളിച്ച് എല്ലാം പോയി അല്ലേ? കോമ്പറ്റീഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. അതിന്റെ റിസൾട്ട് ഒക്കെ എപ്പോ വരും? റിസൾട്ട് വന്നു, എങ്ങനെയുണ്ട്? തോൽവികളിൽ നിന്ന് വേണം നമ്മള് അതന്നെ ഉയർത്തെഴുന്നേക്കാൻ. തോൽവികളിൽ നിന്ന് വേണം ഇവിടെ ഒരാളുണ്ട്, ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരാൾ. ആ സ്കൂളിൽ പഠിക്കുന്ന ആൾക്ക് എത്ര ഇടിയുണ്ടെന്ന് അറിയോ? സ്കൂളിൽ നിന്ന് ഫ്രണ്ട്സിന്റെയും പ്രിൻസിപ്പളിന്റെ എന്നൊക്കെ എത്ര ഇടിയുണ്ടെന്ന് അറിയോ? ആളുണ്ട് ഇവിടെ? ആളില്ലെന്ന് വന്നിട്ടില്ലേ? അയ്യോ, ഒരാളുണ്ട് ഇവിടെ. അപ്പൊ അതുപോലെ നമ്മൾ എന്ത് ചെയ്യാ? തോൽവികളിൽ നിന്ന് നമ്മൾ പഠിക്കണം, തോൽവികളിൽ നിന്ന് മുന്നോട്ട് വരണം. ഓക്കെ, അടുത്ത വർഷം നമ്മളാണ് ഫസ്റ്റ്. ഓക്കെ, ആര്? ദൃശ്യം ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് തോറ്റു. അവർക്ക് എന്ത് കിട്ടി? അവരാണ് ഫസ്റ്റ്. ദൃശ്യം ഇരിക്കുന്നു നോക്കിയേ. എനിവേസ്, ഇപ്പൊ തൽക്കാലം ഇതൊന്ന് പറഞ്ഞേ. ലെഫ്റ്റ് സൈഡിൽ വേണോ റൈറ്റ് സൈഡിൽ വേണോ ഞാൻ ഷോർട്ട് ലൈൻസ് വരച്ചു കൊടുക്കാൻ? ലെഫ്റ്റ് സൈഡില് ഞാൻ ഷോർട്ട് ലൈൻസ് വരച്ചു കൊടുത്തു. അപ്പൊ എനിക്ക് റിഫ്ലക്റ്റിംഗ് സർഫസ് കർവ്ഡ് ഔട്ട്വേർഡ് ആയിട്ട് കാണാൻ പറ്റി. ഷോർട്ട് ലൈൻ ഉള്ള സർഫസ് എന്ന് പറയുന്നത് എന്താണ്? റഫ് സർഫസ് അല്ലെങ്കിൽ നോൺ റിഫ്ലക്റ്റിംഗ് ആണ് കേട്ടോ. നോൺ റിഫ്ലക്റ്റിംഗ് ആണ്. ഈ സൈഡ് ഷോർട്ട് ലൈൻസ് ഇല്ലാത്ത സൈഡാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. ഓക്കെ ഓക്കെ ആണല്ലോ. ജസ്റ്റ് ആ ഒരു ഇമേജ് കൂടി, ആ ഒരു ഫിഗർ കൂടി ഒന്ന് വരച്ചു വെക്കുക. കണ്ടാൽ അത് കോൺകേവ് ആണോ കോൺവെക്സ് ആണോ എന്നുള്ളത് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റണം. ചിലപ്പോൾ ഞാൻ അത് വെച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, മേ ബി. ഓക്കെ, സോ വേഗം ഡെഫിനിഷൻ എഴുതിയെടുക്കുക. വേഗം വരച്ചെടുത്തു കഴിഞ്ഞാൽ ഞാൻ വേഗം ബ്രേക്ക് തരാം. ബ്രേക്ക് വേണ്ടേ? അല്ലെങ്കിൽ ഇന്ന് കുറെ ടൈം ജെ ജെ സാർ വന്ന് നമ്മൾ വെറുതെ ഇരുന്നില്ലേ? അപ്പൊ പിന്നെ ആ ടൈം നമുക്ക് ബ്രേക്ക് ആയിട്ട് കണക്ക് കൂട്ടിയിട്ട് നമുക്ക് ടോപ്പിക് എടുത്താലോ? എങ്ങനെയുണ്ട്? പോരെ ഇഷാൽ? അത് പോരെ? എന്നാ ശരി എന്നാ. ഓക്കെ, എന്നാ ഒരു 10 minutes ബ്രേക്ക് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പഠിക്കാം കേട്ടോ. ബൈ. ഇനി ഇതിനകത്തുള്ള ഇമേജ് എങ്ങനെ ഫോം ചെയ്യും, ഇമേജിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ അതിന് നമ്മളൊരു പോസ് കൊടുത്തിട്ട് കുറച്ച് അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും കോൺകേവിന്റെയും കോൺവെക്സിന്റെയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പഠിക്കുള്ളൂ. ഓക്കെ, ഇപ്പൊ ഇത്രയും പഠിച്ചാൽ പോരെ? കോൺകേവും കോൺവെക്സ് എന്താണെന്ന് മാത്രം പഠിച്ചാൽ പോരെ? രണ്ടും സെറ്റാണ്. കോൺകേവും കോൺവെക്സും എങ്ങനെയാണ് ഇരിക്കുന്നത്, അതിനെങ്ങനെ വരക്കും, ഇതെല്ലാം സെറ്റ് ആണെങ്കിൽ വൺസ് മോർ പവർ പവർ പവർ. ഇതിങ്ങനെ എടുക്കുക, എന്നിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ. യെസ്, മസിൽസ്. എറിക് ഓൾ സെറ്റ്. ഓ, ഇത്ര അടിപൊളി പവർ ഉണ്ടായിട്ടാണ് നീ കാണിക്കാതിരിക്കുന്നത്. ആരാണത്? ചാരുന്റെ മസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സീനാണ്, അടിപൊളി. ഓക്കെ അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആണ് കേട്ടോ. ഒരു സ്മൂത്ത് സർഫസിലേക്ക് ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്താൽ അത് റിഫ്ലക്ട് ചെയ്ത് പോകും. നമുക്കറിയാം, ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്നു, അത് റിഫ്ലക്ട് ചെയ്ത് പോകുന്നു. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പ്ലെയിൻ മിറർ ആണ് എടുക്കുന്നത്, അല്ലെങ്കിൽ പ്ലെയിൻ സർഫസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഹെഡിങ് എഴുതാ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഈ ബാക്ക്ഗ്രൗണ്ട് പോണോയിക്കോട്ടെ, അത് മുഴുവൻ പോവില്ല, കുറച്ച് പോകും. നോക്കോ എല്ലാവരും നോക്കോ. കണ്ടാ ഈ ഒരു ഇമേജ് കണ്ടോ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. ആദ്യം നിങ്ങൾ ഈ ഇമേജ് ഒന്ന് വരക്കാം. ഇത് മാർക്ക് ചെയ്യണ്ട കേട്ടോ, ഇൻസിഡന്റ് റേ അതൊന്നും മാർക്ക് ചെയ്യണ്ട, ജസ്റ്റ് ഇമേജ് മാത്രം വരക്കാം. ഞാൻ നിങ്ങളുടെ കൂടെ ജസ്റ്റ് ഒന്ന് വരക്കാം. ഒരു പ്ലെയിൻ സർഫസ് വരച്ചു. റഫ് സർഫസ് താഴെയാണ്, അതുകൊണ്ട് ഞാൻ അതൊന്ന് കുറച്ച് ഡോട്ടർ ലൈൻസ് ഇട്ട് കൊടുത്തു. താഴെ റഫ് സർഫസ് വരക്കാം കേട്ടോ.
ഇനി ഒരു റേ വരുന്നു, ഒരു റേ ഇങ്ങനെ ചരിഞ്ഞ് വന്ന് നമ്മുടെ മിററിൽ വന്ന് വീണു, മിററിൽ വന്ന് ഹിറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇൻസിഡന്റ് ചെയ്തു. ആ റേ മിററിലേക്ക് വരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ആരോ ഇട്ട് കൊടുത്താക്കുന്നത്. റേ മിററിൽ വന്നു കഴിഞ്ഞാൽ അതെന്ത് പറ്റും? വാനിഷ് ആയി പോവോ? എന്ത് സംഭവിക്കും? അടുത്ത ആളോട് ചോദിച്ചു. ഗോകുൽ പറഞ്ഞോ, എന്താണ്? റിഫ്ലക്ട് ചെയ്തു പോകും. വന്ന റേ അങ്ങനെ തന്നെ റിഫ്ലക്ട് ചെയ്തു പോകും. പോകുന്ന വഴി കാണിക്കാൻ അവിടെയും ഒരു ആരോ ഇട്ട് കൊടുക്കുക. ഗോകുലെ നീ ബ്രേക്ക് കഴിഞ്ഞിട്ട് എവിടെ പോയേക്കായിരുന്നു? എന്താ? ദോശ കഴിക്കാൻ പോയിരുന്നു? കേട്ടില്ല. അങ്ങനെ അറിയില്ല എന്ന് ഉറപ്പാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? താഴെ വരെ പോകണ്ട, അവിടെ മുകളിൽ തന്നെ എവിടെയെങ്കിലും കറങ്ങി നടന്നിട്ടൊക്കെ വന്നിരുന്നൂടെ? അപ്പൊ എന്ത് ചെയ്യണം? കറക്റ്റ് ടൈമിങ്ങിന് അനുസരിച്ചിട്ട് വേണം പോയി വരാൻ. ഒരു മൈൻഡ് കാൽക്കുലേഷൻ വേണം. ഓക്കെ. ഇപ്പൊ നമ്മൾ അങ്ങനെയല്ലേ മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്തല്ലേ? ഇപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നുണ്ട്, പക്ഷെ ആ മൈൻഡ് കാൽക്കുലേഷൻ കാരണം നമ്മൾ കറക്റ്റ് സമയത്ത് ഇവിടെ എത്തുന്നു. ഓക്കെ. ഒരു 9 minutes ആവുമ്പോഴേക്കും ഇവിടെ വന്നിരിക്കുക. വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് വെച്ചോ? ഓക്കെ. യെസ്. അടുത്ത ഒരാൾ വിളിച്ചു. എമി, എന്താണ് മിസ്സേ? ആരോ അത് കഴ്സർ അങ്ങോട്ട് പോയിട്ട് പേടിച്ചു പോയാ മിസ്? എമി, ഒരു റേ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു, അതെന്ത് സംഭവിക്കും? ആ റേക്ക് എന്ത് പറ്റും? റിഫ്ലക്ട് ചെയ്തു പോകും. റേ വരുന്നു, ഇൻസിഡന്റ് ചെയ്യുന്നു, അത് റിഫ്ലക്ട് ചെയ്തു പോകുന്നു. മാർക്ക് ചെയ്യാ, വരുന്ന റേ ആണ് ഇൻസിഡന്റ് റേ. ഇൻസിഡന്റ് ചെയ്യുന്ന റേ ഇൻസിഡന്റ് റേ. അപ്പൊ റിഫ്ലക്ട് ചെയ്യുന്ന റേ ആരായിരിക്കും? ടഫ് ക്വസ്റ്റ്യൻ ആണ്. റിഫ്ലക്ട് ചെയ്ത് പോകുന്ന റേ ഏത് റേ ആയിരിക്കും? അടുത്ത ആള് ചോദിച്ചു. അൻവിത. നമ്മുടെ ആ എമിയും ലേറ്റ് ആയിരുന്നില്ലേ? ബ്രേക്ക് കഴിഞ്ഞ് ലേറ്റ് ആയിരുന്നു. സ്റ്റീവൻ ലേറ്റ് ആയിരുന്നു, അൻവിതയും ലേറ്റ് ആയിരുന്നു, എമിയും ലേറ്റ് ആയിരുന്നു. വേർ വെർ യു ഗൈസ്? എവിടെയായിരുന്നു നിങ്ങള്? 3 പേരെ ഒന്ന് ഒരുമിച്ച് അഡ്മിറ്റ് ചെയ്ത് എന്തൊക്കെ പറയും നോക്കട്ടെ. എവിടെയായിരുന്നു നിങ്ങൾ ബ്രേക്ക് കഴിഞ്ഞ്? ഇൻസിഡന്റ് റേ വരുന്നു, റിഫ്ലക്ട് ചെയ്ത് പോകുന്ന റേനെ നമുക്ക് ഒരു പേര് വിളിക്കാം. ദാറ്റ് ഈസ് റിഫ്ലക്റ്റഡ് റേ. ടഫ് നെയിം ആണ് കേട്ടോ, റിഫ്ലക്റ്റഡ് റേ. ഓക്കെ. ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ. ഇനി ഒരാൾ കൂടി ഉണ്ട്, ആ ആള് ശരിക്കും അവിടെ ഇല്ല കേട്ടോ. ശരിക്കും ആൾ അവിടെ ഇല്ല, പക്ഷെ നമുക്ക് പഠിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഒരാളവിടെ ഇമാജിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ നോർമൽ. ആൾക്ക് പേര് കൊടുത്തു, നോർമൽ. പെർപെൻഡിക്കുലർ ലൈൻ ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ നോർമൽ എന്ന് വിളിക്കുന്നത് കേട്ടോ. പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് അതിനെ നോർമൽ എന്ന് വിളിക്കാം. അത് ഇമാജിനറി ലൈൻ ആയതുകൊണ്ടാണ് ഞാൻ ഡോട്ട് ആയിട്ട് വരച്ചു കൊടുത്തത്. കാരണം ബിക്കോസ് അത് അങ്ങനെ ഒരു റേ അവിടെ ഇല്ല. അവിടെ ഉള്ളതായിട്ട് തോന്നുന്നില്ലേ? അവിടെ ഇല്ല. പഠിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഓരോരോ നമ്മളെ വെറുതെ പ്രശ്നത്തിലാക്കാനായിട്ട്. ഇനി ഇൻസിഡന്റ് റേ വന്ന് വീഴുന്ന ഈ ഒരു പോയിന്റ് ഇല്ലേ, ഏതോ ഒരു പോയിന്റിലേക്കാണ് ഇൻസിഡന്റ് റേ വന്ന് വീഴുന്നത്. ആ പോയിന്റിന് ഒരു പേര് വിളിക്കാം, പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. പോയിന്റ് ഓഫ് ഇൻസിഡൻസ് മാർക്ക് ചെയ്തോ? പോയിന്റ് ഓഫ് ഇൻസിഡൻസ് വരെ ഇതുവരെ ഈ ഫിഗറിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സെറ്റ് ആണെങ്കിൽ, സെറ്റാണ്, സൂപ്പർ ആണെങ്കിൽ എന്ത് വേണം? തംസ് മതി. സിമ്പിൾ ആയിട്ട് ഒരു തംസ് മതി കേട്ടാ. ഓക്കെ. സെറ്റ് അല്ലേ ശ്രേയ? സെറ്റ് ആണ്. ദൃശ്യല്ലേ? ദൃശ്യ സെറ്റ് അല്ലേ? യൂണിഫോം മാറി, ID കാർഡ് വരെ മാറിയിട്ടില്ലേ? എന്നാ മിസ്സേ മാറിയിട്ടുണ്ട്. ഓക്കെ. യെസ്, അതുവരെ സെറ്റ് ആണ്. പോയിന്റ് ഓഫ് ഇൻസിഡൻസ് വരെ സെറ്റ് ആണ്. ഇനി 2 പേരെയും കൂടി അറിഞ്ഞാൽ മതി. ഓക്കെ. അതിൽ ഒന്നാമത്തെ ആളാണ് ഈ ആംഗിൾ. ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുള്ള ഈ ആംഗിൾ. ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളിനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ. ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. കോൾ another one. വേദ്. ഓക്കെ. എടാ, ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പൊ റിഫ്ലക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ ആരായിരിക്കും? ആംഗിൾ ഓഫ്. വെരി ഗുഡ്. യെസ്. അപ്പൊ അടുത്ത ആംഗിൾ വരക്കാം. ആംഗിൾ ഓഫ്, എനിക്കിവിടെ സ്പേസ് ഇല്ല, റിഫ്ലക്ഷൻ. അടുത്ത ആംഗിൾ ഒന്ന് മാർക്ക് ചെയ്യാം, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അടുത്തൊരാൾ വിളിച്ചേ. അനന്യ. ആംഗിൾ ഓഫ്
ഇൻസിഡൻസിനെ ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ ഐ യൂസ് ചെയ്തു. ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ കാണിക്കാനായിട്ട് ഞാൻ ആംഗിൾ ഐ എന്ന് എഴുതുള്ളൂ ഇനി മുതൽ. ഓക്കെ, അപ്പോ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഞാൻ എന്ത് പേര് കൊടുക്കും? യെസ്, ഇൻസിഡൻസിന്റെ ഐയും റിഫ്ലക്ഷന്റെ ആറും. ഓക്കെ, യെസ്. അപ്പോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ 6. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് റിഫ്ലക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ. നോർമൽ ആണ് അവർക്ക് കോമൺ ആയിട്ടുള്ളത് കേട്ടോ. രണ്ട് ആംഗിളും സെറ്റ് ആണ്, ഐയും ആറും സെറ്റ് ആണെങ്കിൽ മാത്രം പവർ. പവർ തനുത്ര തനുക്കുട്ടോ, പവർ. ഓക്കെ, പവർ ആണ്, സെറ്റ് ആണ്, നിങ്ങൾ എല്ലാവരും പവർഫുൾ ആണ് കേട്ടോ. ഐ ലവ് യു ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഓരോ ടേംസിനെയും ജസ്റ്റ് ഒന്ന് പഠിക്കാം. ആ ടേംസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം ഒന്ന് പഠിക്കാം. ഫസ്റ്റ് ഇൻസിഡന്റ് റേ. വിളിച്ചോ മിസ്? ഒരാളെ വിളിക്കും. ജോയൽ, read the first sentence for me. The ray of light falling on the mirror is the incident ray. Yes, very good. The ray of light falling on the mirror. മിററിൽ വന്ന് fall ചെയ്യുന്ന റേ ആണ് ഇൻസിഡന്റ് റേ. സിമ്പിൾ. നെക്സ്റ്റ്. Yes, Ameya. അമേയ, നെക്സ്റ്റ് സെന്റൻസ് കേട്ടോ. The light ray reflecting from the mirror is the reflected ray. Explain. Reflected ray വെച്ച മിററിൽ ഒരു റേ വരുമ്പോ അതെങ്ങനെ റിഫ്ലക്റ്റ് ആയി പോകുന്നതാണ് കാണിക്കുന്നത്. ഓക്കെ, അത് റിഫ്ലക്ട് ചെയ്ത് പോകുന്ന റേ ആണ് റിഫ്ലക്റ്റഡ് റേ. സെറ്റ് സെറ്റ്. ഓക്കെ, അപ്പൊ രണ്ടും എഴുതാ. മിററിൽ വന്ന് വീഴുന്ന റേ ഇൻസിഡന്റ് റേ, റിഫ്ലക്ട് ചെയ്ത് പോകുന്ന റേ റിഫ്ലക്റ്റഡ് റേ. രണ്ടും എഴുതി കഴിഞ്ഞവർ ഒരു 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 ഷോട്ട് എഴുതി കഴിഞ്ഞവരുണ്ടെങ്കിൽ മാത്രം. എടാ ഇതെന്തത്, നീ മൊത്തം എഴുതി കഴിഞ്ഞോ? അതിലെ ഇത്രയും വെടി വെക്കരുത് കേട്ടോ. ഇത്രയും വെടി എനിക്ക് താങ്ങാൻ പറ്റില്ല. ഒരു മയത്തിൽ വെടി വെക്കൂ. എൻ്റെ കയ്യിൽ പീരങ്കി ഉണ്ട്, എടുക്കണോ? ആ എടാ ജോയലേ, ഇതെന്താ സംഭവം? ഇതെന്താ വല്ല ഗെയിമാ? ഞാൻ പറഞ്ഞല്ലേ മയത്തിൽ വെടി വെക്ക. എടാ ഇതെന്ത് തോക്കാണത്? സ്റ്റീവ് ജോസിന്റെ തോക്കൊക്കെ അവരെന്തൊക്കെയോ പിസ്റ്റലിട്ട് വലിക്കുന്നുണ്ട്. അമ്മയെ, ആ അത് പ്രശ്നമാകും. എന്റെ കയ്യില് ഉള്ളത് ഏതാണെന്നാ പറയണ. ഓക്കെ, ഇനി അടുത്ത ടേംസ് നോക്കാം. അടുത്ത വിളിച്ചു മിസ്. അമീനെ, നീ തോക്കും കൊണ്ട് വന്നപ്പോഴേക്കും അത് പൊട്ടോ പൊട്ടോ പൊട്ടോ? ഇല്ല, പിന്നെ എന്തിനാടാ തോക്ക്? തൂക്കിയിട്ടുണ്ട് അടക്കാനാണോ സാർ തോക്ക്? ഓക്കെ, അടുത്ത പോയിന്റ് ഒന്ന് വായിച്ചാടാ. എടാ പോയിന്റ്, ഫസ്റ്റ് പോയിന്റ്. എക്സ്പ്ലെയിൻ. എടാ ആ പോയിന്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യ്. പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്താണ്? നിനക്ക് മനസ്സിലായത് പറ. പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്താണ്? വെരി ഗുഡ്, വെരി ഗുഡ്. അത് തന്നെ, അത്രേ ഉള്ളൂ. ഇൻസിഡന്റ് റേ മിററിൽ വന്ന് വീഴുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ് കേട്ടോ. ദ പോയിന്റ് അറ്റ് വിച്ച് ദ ഇൻസിഡന്റ് റേ ഫാൾസ് ഓൺ ദ മിറർ. Okay, point at which the incident ray falls on the mirror is the point of incidence. Next one. Yes, Diya. Diya. നിറഞ്ഞ പ്രകാശമേ, നെക്സ്റ്റ് പോയിന്റ് ഒന്ന് വായിക്കൂ. The line drawn perpendicular to the mirror at the point of incidence is the norm. Explain. The line drawn perpendicular to mirror. എന്ന് വെച്ചാൽ അല്ല, എന്ന് വെച്ചാൽ മിസ്സേ അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. പറഞ്ഞോ പറഞ്ഞോ. നമ്മൾ മിററിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരക്കുന്ന ലൈനെ വിളിക്കുന്ന പേരാണ് നോർമൽ. ഓക്കെ, എവിടെ നിന്നാണ് പെർപെൻഡിക്കുലർ ആയിട്ട് വരക്കുന്നത്? ഇവിടെ നിന്നാണോ? ഇവിടെ നിന്നാണോ? പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നിന്ന് മിററിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരക്കുന്ന ലൈനാണ് നോർമൽ. അങ്ങനെ ഒരു ലൈൻ അവിടെ ഉണ്ടോ? ശരിക്കും ഉണ്ടോ അവിടെ? അല്ലെങ്കിൽ വെറുതെ വരച്ചിരിക്കുന്നതാണോ? ഇമാജിനറി ലൈൻ അല്ലേ അത്? നമ്മൾ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ.
ഇൻസിഡന്റ് റേ വരുന്നുണ്ട് ഒറിജിനലായിട്ട്, റിഫ്ലക്റ്റഡ് റേ പോകുന്നുണ്ട്. അവരുടെ ഇടയിൽ നമ്മൾ ഈ ആംഗിൾ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് ഇമാജിനറി ലൈൻ വരച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ നോർമൽ. അങ്ങനെ ഒരാൾ അവിടെ ഇല്ല. ഓക്കെ ഓക്കെ യെസ്. എഴുതി കഴിഞ്ഞോ? 2 പോയിന്റ്സ് എഴുതി കഴിഞ്ഞെങ്കിൽ ജസ്റ്റ് വേവ്. എന്താടാ? ഓക്കെ ഓക്കെ എഴുതി കഴിഞ്ഞു. യെസ്. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റേ 2 ആളുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡന്റ് റേ ആൻഡ് ദ നോർമൽ ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ. The angle between the reflected ray and the normal is the angle of reflection R. 2 പോയിന്റ് എഴുതാം കേട്ടോ. I and R. IR. IR. How many of you are big followers of Stranger Things? Anyone? Anybody? Stranger Things ന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും? എനിബഡി? ഹോക്കിങ്സിലേക്കുള്ള ലാസ്റ്റ് ജേണി. യെസ്. ഓക്കെ ഉണ്ടല്ലേ? കണ്ടോ നിങ്ങള്? കണ്ടോ? 4 എപ്പിസോഡ്സ് എന്തോ അല്ലേ ഉള്ളൂ. What's that? It's a web series, man. It's a web series. It's available on Netflix, അല്ലേ? Yes. മുന്നേ എത്ര സീസൺ ഉണ്ടായിരുന്നു? 3 4 4ആയിരിക്കുമല്ലോ. സീസൺ 5. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, പോയിന്റ് ഓഫ് ഇൻസിഡൻസ്, നോർമൽ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, 5 ടേംസ് പറഞ്ഞിട്ടുണ്ട്. ഈ 5 ടേംസും പക്ക സെറ്റ് ആണ്. സൂപ്പർ ആണെങ്കിൽ മാത്രം ഒരു പഞ്ച് തന്നേ സ്ക്രീനില്. ഫോൺ തെറിച്ച് പോവരുത്. എടാ ഫോൺ വിനായിക, ഫോൺ തെറിച്ച് പോടാ. ഫോൺ തെറിച്ച് പോവാതെ പഞ്ച്, പോവാത്ത പഞ്ച്, മയത്തിൽ പഞ്ച്. ഓക്കെ യെസ്. അതാരാണത് പഞ്ച് ചെയ്യാതിരിക്കുന്നേ? ഓക്കെ, ബോക്സേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു മയത്തിൽ പഞ്ച് ചെയ്യട്ടാ. 2 പഞ്ചിന്റെ മൂക്കിൽ കൊണ്ടു, അതുകൊണ്ടാണ്. പ്ലീസ്. So, ഈ ടേംസ് കഴിഞ്ഞാൽ we are moving to the most important topic, that is laws of reflection. Okay, laws of reflection ആണ് അടുത്ത important topic. ഹെഡിങ് എഴുതാ. 2 ലോസ് ഉണ്ട് കേട്ടോ. 2 ലോസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ലോ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമുക്ക് അതിനുള്ള സമയമേ ഉള്ളൂ. സോ ഫസ്റ്റ് ലോ ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അത് വെച്ച് 2 പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സാം എഴുതാം. പിന്നെ നമുക്ക് അടിച്ചു പൊളിച്ച് കിടന്ന് ഉറങ്ങാം. ഉറങ്ങണ്ട? അൽത്തി ഉറങ്ങില്ല. അൽത്തി രാത്രി എന്താ പരിപാടി? സീരീസ് ആണോ? ഇടിക്കുന്ന രാത്രി ഉറങ്ങിക്കോളണം ഫുഡ് കഴിച്ചിട്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ലോ വായിക്കാൻ ഒരാൾ വേണം. മിസ് പ്രണവ്. യെസ്, റീഡ് ദ ഫസ്റ്റ് ലോ. The angle of incidence and the angle of reflection are equal. Very good. Yes, angle of incidence ഉം ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആണ് ഗൈസ്. I is equal to R. എത്ര ആംഗിളിലാണോ ഇൻസിഡന്റ് ചെയ്യുന്നത് അത്രയും ആംഗിളിൽ തന്നെ ആയിരിക്കും അത് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്. അപ്പൊ നമുക്ക് പ്രോബ്ലം ആയിട്ട് ചെയ്യാം. This is a plane surface, this is the normal, this is the incident ray and this is the reflected ray. If this is 30 degree, what will be this? Yes. Hanna, angle of incidence is 30 degree, then what will be the angle of reflection? 30 itself, of course, alle, because I is equal to R. Angle I is equal to 30, so angle R is equal to 30 degree. എഴുതാട്ടോ. ഇനി നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ടേ ഒരു പ്രോബ്ലം ചിലപ്പോൾ വേറെ രീതിക്ക് തരും. അതാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ ഇമേജ് കളയുന്നില്ല. ഓക്കെ, ദിസ് ആംഗിൾ ഈസ് 40 ഡിഗ്രി. ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ തന്നിരിക്കുന്ന ആംഗിൾ ഏതാണ്? നമുക്ക് ആർക്കും അറിയാത്ത ഒരു ആംഗിൾ ആണ്. കാരണം ഈ ആംഗിള് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണെന്ന് അറിയാം, ഈ ആംഗിള് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണെന്ന് അറിയാം. പക്ഷേ ഈ ആംഗിൾ ആരാണെന്ന് നമുക്ക് അറിയില്ല, അതിന് പേരൊന്നുമില്ല. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് ആ ആംഗിൾ ആണ്. 40 ഡിഗ്രിയാണ് തന്നിട്ടുള്ളത്. നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഹിയർ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എഴുതാം.
ഫൈൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അങ്ങനെ മാത്രം എഴുതിയിട്ട് ജസ്റ്റ് ഈ ഫിഗർ വരക്കാം കേട്ടോ. ഈ ഒരു ഫിഗർ വരക്കാം. ഫൈൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. എന്നിട്ട് ഈ ഫിഗർ വരച്ചു വെക്കാം. വരച്ചു കഴിഞ്ഞില്ലേ? എനിവൺ ആൻസർ കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വേഗം വേവ് ചെയ്യാം. കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചാറ്റ് ബോക്സിൽ അയക്കാം. അല്ലാത്തവർക്കൊക്കെ വേവ് ചെയ്യാം, റൈസ് ഹാൻഡ് ചെയ്യാം, എനിത്തിങ്. കിട്ടിയില്ല? കിട്ടി. കുറച്ച് പേർക്ക് കിട്ടി. I is equal to R. We know that. Yes. സ്റ്റീവേ കറക്റ്റ് ആടാ. വെരി ഗുഡ്, മിടുക്കൻ. പിന്നാരാ വിളിച്ചോ മിസ്സേ? അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും വിളിച്ചോ? അവരെ ശല്യപ്പെടുത്താൻ എനിക്ക് കൂടുതൽ ഇഷ്ടം. അഭിനന്ദന. യെസ്. കിട്ടിയോ? എങ്ങനെ ചെയ്യണ്ടെന്നുള്ള ഒരു ഐഡിയ ഉണ്ടോ? കുഴപ്പമില്ല, നമുക്ക് ഒരുമിച്ച് വരക്കാം. ഓക്കെ. തന്നിരിക്കുന്ന ആംഗിൾ 40 ഡിഗ്രി. അത് ഏത് ആംഗിളാ? വല്ല നമുക്കറിയാവുന്ന ആംഗിൾ ആണോ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണോ? ഈ തന്നിട്ടുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണോ? നമുക്ക് തന്നിട്ടുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണോ? ആണ്. അപ്പൊ ഈ ആംഗിൾ ഏതാ? നോർമലും ഇൻസിഡന്റ് റേയും തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇതാണ് നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇതാണ് നമ്മുടെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ. പക്ഷെ നമുക്ക് തന്നിട്ടുള്ള ആംഗിൾ ഇതൊന്നുമല്ല, വേറെ ഏതോ ഒരു ആംഗിളാണ് തന്നിട്ടുള്ളത്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. എനിക്കൊരു ഹിന്റ് തരൂ, ഞാൻ ബാക്കി ചെയ്തോളാം. ഡിഗ്രി മൈനസ് ചെയ്ത് വരുമ്പോ കുറച്ച് കുഴഞ്ഞു പോകും. പക്ഷെ നമുക്ക് 180യുടെ ആവശ്യമില്ല. ബിക്കോസ് ഇവിടെ നോർമൽ ഉണ്ട്. നമുക്കറിയാം ഈ വലിയ ആംഗിൾ ഇല്ലേ, നോർമലുമായിട്ടുള്ള ഈ വലിയ ആംഗിൾ 90 ഡിഗ്രിയാണ്. അതിന്റെ ഒരു ചെറിയ പാർട്ടാണ് ഈ 40 ഡിഗ്രി. ബാക്കിയുള്ളത് നമ്മുടെ ആരാണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലേ? യെസ്. അപ്പൊ 90 മൈനസ് 40 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കിട്ടും. സെറ്റ് ആണോ? എല്ലാവർക്കും സെറ്റ് ആണെങ്കിൽ ഒന്ന് ഡബിൾ തമ്പ് കാണിച്ചേ. എല്ലാവർക്കും സെറ്റ് ആണ്. ഇവിടെ ഒരാള് വിഷാദഭാവത്തിലിരിക്കുന്നു. മിസ് ആരാണത്? നമ്മുടെ അല്ല എന്താണ് അവന്റെ പേര്? റെഹാൻ. റെഹാനെ, നീ എന്താ വിഷമിച്ചിരിക്കുന്നേ? വിദൂരതയിലേക്ക് നോക്കി കവിത എഴുതാണോ? പൂച്ചനെ നോക്കിയിരിക്കുകയാണ്. പൂച്ചനേക്കാളും ക്യൂട്ടായിട്ടുള്ള ഒരാൾ ഇവിടെ നിൽക്കുമ്പോ പൂച്ചനെ നോക്കിയിരിക്കുന്ന. ബൈ ഗൈസ്. എടാ, നീ അത് മുഖത്ത് നോക്കി പറഞ്ഞാണ്. ഞാൻ നിനക്ക് ഇന്ന് പരീക്ഷക്ക് മാർക്കില്ലടാ. തന്നില്ലേ എത്ര കാര്യം. ഇന്ന് എത്ര പ്രാവശ്യം പൊസിഷൻ കൊടുക്കണം? ഒരു 100 പ്രാവശ്യം. ഈ ലോസ് ഓഫ് റിഫ്ലക്ഷൻ 100 പ്രാവശ്യം പൊസിഷൻ കൊടുത്തിട്ട് അത് മെന്ററിനെ അയപ്പിച്ചിട്ട് ഉറങ്ങാൻ പറയാല്ലേ? ഓക്കെ. അല്ലെങ്കിൽ വേണമെങ്കിൽ അവൻ മാറ്റി തിരുത്തി പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഞാൻ കുറച്ച് തരും. ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് തരില്ല. ഒന്നാണ് വിട്ടത് മിസ്സേ. 100 പ്രാവശ്യം എഴുതി അയച്ചോളോ? എന്നാ മാറ്റി പറ. കണ്ട ഇനി വിട്ടത് പോന. ഓക്കെ കണ്ട, ഇത്രേ ഉള്ളൂ. സിമ്പിൾ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾക്ക് ഓൾറെഡി തന്നിട്ടുള്ള ആംഗിള് വേറൊരു ആംഗിൾ ആണ്. പക്ഷെ നമുക്കറിയാം നോർമലുമായിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് ടോട്ടൽ 90 ഡിഗ്രി ആണ്. 90യിൽ നിന്ന് 40 മൈനസ് ചെയ്താൽ നമുക്ക് ബാക്കി എന്ത് കിട്ടും? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കിട്ടും. 90 മൈനസ് 40 എത്രയാണ്? പ്രോപ്പർ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒന്ന് ചെയ്തേ. angle I is equal to 90 minus 40 which is equal to 50 degree. So angle R is equal to also 50 degree. ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. 90 minus 40 വെച്ചിട്ട് I കണ്ടുപിടിക്കാം, R സെയിം എഴുതി വെക്കാം. അതിന്റെ കൂട്ടത്തിൽ I is equal to R എന്നും കൂടി എഴുതിക്കോ. എഴുതി കഴിഞ്ഞോ? സെറ്റ് ആണോ? സൂപ്പർ ആണോ? നല്ല പ്രോബ്ലം അല്ലേ? സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണെങ്കിൽ ഒന്ന് പവർ കാണിച്ചേ. സിമ്പിൾ പ്രോബ്ലം നമുക്കിതൊക്കെ വളരെ സിമ്പിൾ. കണ്ട, സിമ്പിൾ ആണ്. പവർ കാണിക്കാൻ പറയുമ്പോ ഏറ്റവും കുറഞ്ഞ പവറിൽ പവർ കാണിക്കുന്ന ഒരാളുണ്ട്, എന്റെ ശ്രേയക്കൂട്ടൻ.
സൂപ്പറാണ് മിസ്സേ, സിമ്പിൾ ആണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് വേറൊരു പ്രോബ്ലം തരാം. ഇത് ഓൾറെഡി നിങ്ങൾ ചെയ്തതാണ്, ജസ്റ്റ് ഇത് നോർമൽ ആണേ. ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ. ഒരാൾ വിളിച്ച മിസ്സേ Yes. Vedu. ആരാണ്? Ved. വേദ്. Yes, miss. ഇവിടെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ 45 ഡിഗ്രി ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്ര? 45 ഡിഗ്രി. വെരി ഗുഡ്. ഓക്കെ, സിമ്പിൾ. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇവിടെ ചോദിക്കുന്നത്, ചിലപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചോദിക്കും. ഇനി വേറൊരു കോംപ്ലിക്കേഷൻ കൂടി ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതെന്തായാലും ഇന്ന് പറയുന്നില്ല, ഇന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മൊത്തം നിങ്ങളുടെ തലേന്ന് വല്ല പുകയോ പൂമ്പാറ്റിയൊക്കെ പറന്നു പോകും. സോ റിസ്ക് എടുക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് പഠിച്ചത് നമ്മളെ ടൈപ്സ് ഓഫ് മിറേഴ്സ് പഠിച്ചു. പ്ലെയിൻ മിറർ ആദ്യം പഠിച്ചു, പ്ലെയിൻ സർഫസ് ആണ്. പിന്നെ നമ്മൾ 2 ടൈപ്പ് സ്ഫെറിക്കൽ മിറേഴ്സ് പഠിച്ചു, കോൺകേവും കോൺവെക്സും. ഓക്കെ, ഉള്ളിലേക്ക് കർവ്ഡ് ഇൻവേർഡ് ആണെങ്കിൽ കോൺകേവ്, കർവ്ഡ് ഔട്ട്വേർഡ് ആണെങ്കിൽ കോൺവെക്സ്. അത് വരക്കാനും അറിഞ്ഞിരിക്കണം. ദെൻ നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിനകത്ത് ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, പോയിന്റ് ഓഫ് ഇൻസിഡൻസ്, നോർമൽ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചു. ഫസ്റ്റ് ലോയും പഠിച്ചു. ലോസ് ഓഫ് റിഫ്ലക്ഷനിലെ ഫസ്റ്റ് ലോ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ഈക്വൽ, I is equal to R. അത് വെച്ച് നമ്മൾ 2 പ്രോബ്ലം കൂടി ചെയ്തു നോക്കി. ഇത്രയും കാര്യങ്ങൾ സൂപ്പർ ആണ്, വെടിപ്പായിട്ട് മനസ്സിലായി, പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലായെങ്കിൽ മാത്രം ഒരു പഞ്ച് കൂടി തരാം, എക്സാം എഴുതാം. പഞ്ച്, 1 more പഞ്ച്. ഓ, പഞ്ച് ചെയ്യാൻ പറഞ്ഞപ്പോ അവൻ തോണ്ടുന്ന എന്താണ് പേര് മറന്നു, പൂച്ചനെ നോക്കിയിരുന്നവൻ റെഹാൻ. ഓക്കെ, അവനെ ഞാൻ മറക്കില്ല, നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ടോ. ഓക്കെ ഓക്കെ, യെസ്, കഴിഞ്ഞില്ല, എല്ലാവരും സെറ്റ് അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം, എക്സാം എഴുതാൻ സമയമായില്ലേ മിസ്സേ? നമുക്ക് എന്തായാലും ചാപ്റ്റർ എക്സാം ആണ്, സോ അധികം ഡിലേ വരുത്തണ്ട. എല്ലാവരും വേഗം തന്നെ അറേഞ്ച്മെന്റ്സ് ഒക്കെ പ്രോപ്പർ ആക്കുക, പേരൻസിനെ വിളിച്ചെടുത്തിരുത്താം, വേഗം ആവട്ടെ കേട്ടോ.